ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന ആളുകൾ ഡിസംബർ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഗ്യാസിയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ അറിയിപ്പ്, വാണിജ്യ പാചകവാതക സിലിണ്ടറിന് വീണ്ടും വില കൂട്ടിക്കൊണ്ട് പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഡിസംബർ മാസത്തെ ഗ്യാസ് സിലിണ്ടർ വില പ്രഖ്യാപിച്ചു. സിലിണ്ടർ ഒന്നിന് 21 രൂപയാണ് ഇത്തവണ വർദ്ധിപ്പിച്ചത്. ഡിസംബർ 1 മുതൽ വില വർധനവ് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അതേസമയം ഗാർഹിക പാചകവാതക വില കമ്പനികൾ മാറ്റം വരുത്തിയിട്ടില്ല. വീടുകളിൽ ഉപയോഗിക്കുന്ന 14.2 കിലോഗ്രാം ഭാരമുള്ള ഗാർഹിക സിലിണ്ടറിന് 903 രൂപയാണ് വില. പല ജില്ലകളിലും 10 മുതൽ 20 രൂപയുടെ മാറ്റമുണ്ടാകും. അതുപോലെ വാണിജ്യ സിലിണ്ടറിന് 1796 രൂപ മുതൽ 1968 രൂപ വരെ വിവിധ നഗരങ്ങളിൽ വില വരും. ഗാർഹിക ഗ്യാസ് സിലിണ്ടർ വിതരണത്തിൽ വ്യാപകമായിട്ടുള്ള തട്ടിപ്പുകളാണ് ഏജൻസി മുഖാന്തരം നടക്കുന്നത്. വെള്ളരിക്കുണ്ടിൽ പാചകവാതക വിതരണത്തിൽ വ്യാപക ക്രമക്കേടുണ്ടെന്ന പരാതിയെ തുടർന്ന് വെള്ളരിക്കുണ്ട് സപ്ലൈ ഓഫീസർ പാചകവാതക വിതരണ ഏജൻസികളിൽ പരിശോധന നടത്തി. വിതരണത്തിലും രേഖകൾ സൂക്ഷിക്കുന്നതിലും ചട്ടങ്ങൾ പാലിക്കുന്നില്ലെന്നും ഗാർഹിക ഉപഭോക്താക്കളുടെ സിലിണ്ടറുകളുടെ സുരക്ഷ ഏജൻസികൾ ഉറപ്പുവരുത്തുന്നില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട്. പാചകവാതക ഏജൻസികളുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിൻ്റെ ഭാഗമായി താലൂക്ക് സപ്ലൈ ഓഫീസർ, അസിസ്റ്റന്റ് സപ്ലൈ ഓഫീസർ, റേഷനിംഗ് ഇൻസ്പെക്ടർ എന്നിവർ അടങ്ങിയ സ്ക്വാഡ് താലൂക്കിലെ വിവിധ LPG ഔട്ട്ലെറ്റുകൾ പരിശോധിച്ചു. ഒടയംചാലിലെ HP ഡീലറായ JMJ ഗ്യാസ് ഏജൻസി, മാലോത്തെ HP ഡീലറായ മാതാ ഗ്യാസ് ഏജൻസീസ് എന്നിവിടങ്ങളിൽ പരിശോധന നടത്തിയതിൽ ക്രമക്കേടുകൾ കണ്ടെത്തി. പരിശോധനയിൽ നിലവിൽ പാചകവാതക വിതരണ ഏജൻസികളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കളക്ടർ അംഗീകരിച്ച ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡെലിവറി നിരക്കുകൾ ഏജൻസി ഓഫീസുകളിൽ ഉപഭോക്താക്കൾ കാണത്തക്ക സ്ഥലത്ത് പ്രദർശിപ്പിക്കുക, ഉപഭോക്താക്കൾക്ക് കൃത്യമായ ബില്ല് നൽകുക, ബില്ലിൽ കാണിച്ചിരിക്കുന്ന തുക മാത്രം ഈടാക്കുക, ഡോർ ഡെലിവറി പരാതിക്ക് ഇടയില്ലാത്ത വിധം നടപ്പിലാക്കുക, ഡെലിവറി വാഹനങ്ങളിൽ അളവ് തൂക്ക ഉപകരണം നിർബന്ധമായും ഉണ്ടായിരിക്കുക, ഉപഭോക്താക്കൾ നേരിട്ടും ഫോണിലും അന്വേഷിക്കുന്ന വിവരങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുക, റീഫിൽ സിലിണ്ടറുകൾ കാലതാമസം കൂടാതെ നൽകുക എന്നിവ കർശനമായി പാലിക്കാനാണ് നിർദ്ദേശം. ഗ്യാസ് ഏജൻസികളിലും വിതരണം ചെയ്യുന്ന വാഹനങ്ങളിലും ലീഗൽ മെട്രോളജി വകുപ്പ് നടത്തിയ മിന്നൽ പരിശോധനയിൽ 59 കേസുകളിൽ നിന്നും 2,27,000 രൂപ പിഴയായി ഈടാക്കിയതായി ദക്ഷിണമേഖല ജോയിന്റ് കൺട്രോളർ അറിയിച്ചു. ഗ്യാസ് ഏജൻസികളുടെ നിയമലംഘനങ്ങൾ അറിയിക്കണം എന്നും ലീഗൽ മെട്രോളജി വകുപ്പ് അറിയിച്ചു. ഗ്യാസ് ഏജൻസികളിൽ ഉപഭോക്താക്കൾക്ക് ഗ്യാസിന്റെ തൂക്കം നോക്കി ഉറപ്പുവരുത്താൻ ത്രാസും സൂക്ഷിക്കണം. ത്രാസിന്റെ ലീഗൽ മെട്രോളജി സർട്ടിഫിക്കറ്റ് ഉപഭോക്താക്കൾ കാണത്തക്ക വിധം വ്യക്തമായി സ്ഥാപനത്തിൽ പ്രദർശിപ്പിച്ചിരിക്കണം. ഗ്യാസ് വിതരണം ചെയ്യുന്ന വാഹനങ്ങളിൽ ഉപഭോക്താക്കൾക്ക് ഗ്യാസിന്റെ തൂക്കം നോക്കി ബോധ്യപ്പെടാൻ ഒരു ത്രാസും അതിന്റെ സർട്ടിഫിക്കറ്റും സൂക്ഷിക്കണം. തൂക്ക വ്യത്യാസമുള്ള സിലിണ്ടർ ഉപഭോക്താക്കൾക്ക് നൽകാൻ പാടില്ല. ഗ്യാസ് ഏജൻസികളുടെ 5 കിലോമീറ്റർ പരിധിയിൽ വിതരണം ചെയ്യുന്ന സിലിണ്ടറുകൾക്ക് ഡെലിവറി ചാർജ് വാങ്ങാനും പാടില്ല. കൂടാതെ 5 കിലോമീറ്റർ പരിധി കഴിഞ്ഞ് വിതരണം നടത്തുന്ന സിലിണ്ടറുകൾക്ക് ഡെലിവറി ചാർജ് ബില്ലിൽ രേഖപ്പെടുത്തി വേണം വാങ്ങാൻ. ഈ പറഞ്ഞ കാര്യങ്ങൾ ഏജൻസികൾ ലംഘിക്കുകയാണ് എങ്കിൽ ആ വിവരം പരാതിയായി അറിയിക്കണം എന്ന് ജോയിന്റ് കൺട്രോളർ അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തെമ്പാടുമുള്ള ദുർബല വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ ആരോഗ്യകരമായ പാചക രീതിയിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തെമ്പാടുമുള്ള സ്ത്രീകൾക്ക് വേണ്ടി ഉജ്ജ്വൽ യോജന പദ്ധതി ആരംഭിച്ചത്. കഴിഞ്ഞ മാസം വരെ ഉജ്ജ്വൽ യോജന പദ്ധതിയിലുള്ളവർക്ക് 200 രൂപ സബ്സിഡി ഉണ്ടായിരുന്നത് 300 രൂപയാക്കി ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല പുതുതായി ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്ക് 75 ലക്ഷത്തോളം ആളുകളെ രാജ്യത്തുടനീളം ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടും ഉണ്ട്. ഇതിന്റെ അപേക്ഷകൾ ഉടൻ ആരംഭിക്കും. ഉജ്ജ്വൽ യോജന പദ്ധതിയിൽ ഉള്ളവർക്ക് 920 രൂപ നൽകി ഗ്യാസ് സിലിണ്ടർ വാങ്ങിയതിന് ശേഷം അവരുടെ അക്കൗണ്ടിലേക്ക് 300 രൂപ സബ്സിഡിയായി ലഭിക്കും. അങ്ങനെയാകുമ്പോൾ അവർക്ക് 630 രൂപയ്ക്ക് താഴെ മാത്രമേ വില വരൂ. ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്ക് നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾക്ക് മാറാൻ കഴിയില്ല. അതേസമയം പുതിയ ഗ്യാസ് സിലിണ്ടർ എടുക്കാൻ ആഗ്രഹിക്കുന്ന BPL കുടുംബങ്ങൾക്ക് ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇതിൻ്റെ അപേക്ഷകൾ ഉടൻ ആരംഭിക്കും എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അപേക്ഷകൾ ആരംഭിക്കുന്ന സമയത്ത് നമ്മുടെ ചാനലിലൂടെ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇതിനു വേണ്ട പ്രത്യേക ഫോം ഉണ്ട്. റേഷൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് അല്ലെങ്കിൽ
ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് അക്കൗണ്ട്, ഒരു ഫോട്ടോ എന്നിവ മുഖാന്തരമാണ് അപേക്ഷിക്കേണ്ടി വരിക. ഉജ്ജ്വൽ യോജന പദ്ധതിയിൽ ഗ്യാസ് സബ്സിഡി മാത്രമല്ല സൗജന്യ സിലിണ്ടറും സ്റ്റൗവും ലഭിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം.